നിങ്ങളുടെ ക്രഷ് അല്ലെങ്കിൽ ബെസ്റ്റി രഹസ്യമായി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ അവർ നിങ്ങളെ രഹസ്യമായി നോക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ? യാദൃച്ഛികമായോ അറിയാതെയോ കൈതട്ടിയതാണെന്ന രൂപത്തിൽ അവർ നിങ്ങളെ സ്പർശിക്കുന്നതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവർ പതിവിലും കൂടുതൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇവ സൗഹൃദത്തിനപ്പുറം എന്തിൻ്റെയെങ്കിലും അടയാളങ്ങളാണോ? ഈ വീഡിയോയിൽ വാത്സ്യായനൻ്റെ കാമസൂത്രയിൽ എഴുതിയ കാലാതീതമായ വിജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങളും ആധുനിക മനഃശാസ്ത്രം സ്ഥിരീകരിക്കുന്നതുമായ പ്രണയത്തിൻ്റെയും ആകർഷണത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. പിന്നീട് ഈ രഹസ്യ സിഗ്നലുകളെ എങ്ങനെ ഡീകോഡ് ചെയ്യാമെന്നും നിങ്ങളുടെ ക്രഷിനും ബെസ്റ്റിക്കും അതേ രീതിയിൽ തോന്നുന്നുണ്ടോ എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് എവിടെയാണെന്ന് വേഗത്തിൽ കേൾക്കാൻ സ്കിപ്പ് ചെയ്തോ ഫോർവേഡ് ചെയ്തോ വീഡിയോ കണ്ടാൽ ഈ സിഗ്നലുകളെ ഡീകോഡ് ചെയ്യാൻ മനസ്സിലാവില്ല. അതിന് വീഡിയോ രണ്ടാമതും കാണേണ്ടി വരും. ഇടയ്ക്ക് പല ഭാഗത്തായി പറയുന്ന സിഗ്നലുകളെ സംയോജിപ്പിച്ചാണ് ഈ സിഗ്നലുകളെ ഡീകോഡ് ചെയ്യേണ്ടത്. അതിന് വീഡിയോ മുഴുവനായും കണ്ടു മാത്രം മനസ്സിലാക്കാവുന്ന രീതിയിലാണ് വിവരിക്കുന്നത്. നമസ്കാരം. ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗിക ആരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഇന്ന് നമ്മൾ പ്രണയം, ആകർഷണം, മനുഷ്യബന്ധം എന്നിവയുടെ നിഗൂഢതകൾ പരിശോധിക്കുന്നു. ഇന്നത്തെ വിഷയം മിക്കവാറും എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വയം ചോദിച്ചിട്ടുള്ള ഒന്നാണ്. എൻ്റെ ക്രഷ് അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റി, ഫ്രണ്ട്, കൊളീജ് അല്ലെങ്കിൽ അതുപോലുള്ള ആരോ ആയിക്കോട്ടെ, അവർ എന്നെ രഹസ്യമായി ആഗ്രഹിക്കുന്നുണ്ടോ? അവർക്ക് രഹസ്യമായി എന്നോട് ഒരിഷ്ടം ഉണ്ടോ? ഈ ചോദ്യം പലരുടെയും മനസ്സിൽ ഒരിക്കലെങ്കിലും വന്നുപോയിട്ടുണ്ടാകും. മനുഷ്യൻ്റെ ആകർഷണം പലപ്പോഴും സൂക്ഷ്മവും നിരീക്ഷിക്കാവുന്നതുമായ പെരുമാറ്റങ്ങളിലൂടെ സ്വയം വെളിപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം. ഇത് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പുതിയ കണ്ടെത്തലൊന്നുമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരം വിഷയങ്ങളിൽ പഠനം നടത്തിയ പുരാതന പണ്ഡിതനായ വാത്സ്യായനൻ ആധുനിക ശാസ്ത്രം ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ സിഗ്നലുകളെ പഠിച്ചു. ഇന്ന് അദ്ദേഹം നിരീക്ഷിച്ചത് ആധുനിക മനഃശാസ്ത്രം സ്ഥിരീകരിക്കുന്നു. ആകർഷണം പലപ്പോഴും വാക്കുകളില്ലാതെ ശരീരം, കണ്ണുകൾ, ഏറ്റവും ചെറിയ ആംഗ്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ മിന്നിമറയുന്ന മൈക്രോ എക്സ്പ്രഷനുകൾ എന്നിവയിലൂടെ ആശയവിനിമയം ചെയ്യപ്പെടുന്നു. വാത്സ്യായനൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മിക്കവരുടെയും മനസ്സിൽ വരുന്നത് കാമസൂത്രയാണ്. എന്നാൽ പലർക്കും മനസ്സിലാകാത്ത കാര്യം, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്, കാമസൂത്ര എന്നത് ലൈംഗികതയെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമല്ല. വാത്സ്യായനൻ മനുഷ്യൻ്റെ പെരുമാറ്റം, ആകർഷണം, ആഗ്രഹം, പ്രണയം, മനുഷ്യബന്ധങ്ങൾ എന്നിവയുടെ നിരീക്ഷകനായിരുന്നു. കാമസൂത്ര ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. ആകർഷണം വളരെ അപൂർവമായി മാത്രമേ മറഞ്ഞിരിക്കുന്നുള്ളൂ എന്ന് വാത്സ്യായനൻ പഠിപ്പിച്ചു. ആരെങ്കിലും അവരുടെ വികാരങ്ങൾ മറക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അവരുടെ ശരീരവും പെരുമാറ്റവും അവയെ വെളിപ്പെടുത്തുന്നു. കണ്ണുകൾ, ഭാവവ്യത്യാസങ്ങൾ, ശബ്ദത്തിൻ്റെ വ്യത്യാസങ്ങൾ, ഏറ്റവും ചെറിയ പ്രവൃത്തികൾ പോലും ഹൃദയത്തിലേക്കുള്ള ജാലകങ്ങളാകാമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഈ പുരാതന ജ്ഞാനം ഇപ്പോഴും പ്രസക്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം മനുഷ്യൻ്റെ സ്വഭാവം മാറിയിട്ടില്ല. ഫോണുകളും സോഷ്യൽ മീഡിയയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉള്ള ആധുനിക ലോകത്ത് നമ്മൾ ജീവിച്ചേക്കാം. പക്ഷേ ശരീരഭാഷയിലൂടെ ആകർഷണം പ്രകടിപ്പിക്കുന്ന രീതി കാലാതീതമായി തുടരുന്നു. അതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ക്രഷ് അല്ലെങ്കിൽ ബെസ്റ്റി നിങ്ങളെ രഹസ്യമായി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വാത്സ്യായനൻ്റെ നിരീക്ഷണങ്ങളെ ആധുനിക മനഃശാസ്ത്രപരമായ നിരീക്ഷണങ്ങളുമായി സംയോജിപ്പിച്ച് നമുക്ക് അടയാളങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. ആദ്യത്തേതും ഏറ്റവും ശക്തവുമായ സിഗ്നലിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അതിനെ നേത്ര സമ്പർക്കം എന്ന് പറയുന്നു. കണ്ണുകളുടെ ചലനങ്ങളിലൂടെ തിരിച്ചറിയാൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ നിങ്ങളെ നോക്കുമ്പോൾ സാധാരണയേക്കാൾ അല്പം ദീർഘനേരം നോക്കുകയും നിങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യും. അവർ നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പെട്ടെന്ന് അവർ തിരിഞ്ഞു നോക്കുകയോ ശ്രദ്ധ മാറ്റുകയോ ചെയ്യും.
അത് പലപ്പോഴും യാദൃച്ഛികമായി നോക്കുന്നതിനേക്കാൾ കൂടുതലും വ്യത്യസ്തവുമായിരിക്കും. ചുണ്ടുകൾക്ക് പറയാൻ കഴിയാത്തത് ഹൃദയം വെളിപ്പെടുത്തുന്നു. വാത്സ്യായനൻ കണ്ണുകളെ ദ മെസ്സഞ്ചേഴ്സ് ഓഫ് ഹാർട്ട് അഥവാ കണ്ണുകൾ ഹൃദയത്തിൻ്റെ സന്ദേശവാഹകർ ആണെന്ന് വിശേഷിപ്പിച്ചു. ആരെങ്കിലും എത്ര ആഗ്രഹം മറക്കാൻ ശ്രമിച്ചാലും സത്യം അനിവാര്യമായും അവരുടെ നോട്ടത്തിലൂടെ പ്രകാശിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇത് ആധുനിക മനഃശാസ്ത്രം സമ്മതിക്കുകയും ചെയ്യുന്നു. വാക്കുകളില്ലാതെ പോലും നേത്രസമ്പർക്കം അടുപ്പം സൃഷ്ടിക്കുന്നു. ദീർഘനേരം നേത്രസമ്പർക്കം പുലർത്തുന്നത് അഥവാ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ക്രഷിൻ്റെ അല്ലെങ്കിൽ ബെസ്റ്റിയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നതും കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്നതും ബോണ്ടിങ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ പുറത്തുവിടുന്നുവെന്നും ഇത് അടുപ്പത്തിൻ്റെയും ഉത്തേജനത്തിൻ്റെയും ഒരു വികാരം സൃഷ്ടിക്കുന്നുവെന്നും പഠനങ്ങൾ കാണിക്കുന്നു. വാസ്തവത്തിൽ കുറച്ചു മിനിറ്റ് മാത്രം പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുന്ന അപരിചിതർ പോലും അതിൻ്റെ ഒരു വികാരം അനുഭവിക്കാൻ തുടങ്ങുമെന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ബാധകമാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില പുരുഷന്മാർ സ്ത്രീകളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നതിന് പകരം അവരുടെ മാറിലേക്കും മറ്റും നോക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഓക്സിറ്റോസിൻ എന്ന ലവ് ഹോർമോണിന് പകരം അഡ്രിനാലിൻ പോലുള്ള മറ്റു ചില ഹോർമോണുകൾ ഉത്പാദിപ്പിക്കാനിടയായാൽ സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും. ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നതിലൂടെ വൈകാരിക ബന്ധം, സഹാനുഭൂതി എന്നിവ വർദ്ധിക്കുന്നു. അതേ സ്ഥാനത്ത് അഡ്രിനാലിൻ, ഡോപ്പമിൻ പോലുള്ള ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റൊന്നാണ്. അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല, വീഡിയോ വളരെ വലുതായി പോകും. പ്രണയവും ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഓരോ ഹോർമോണുകളെക്കുറിച്ചും നിങ്ങൾക്ക് വിശദമായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ചുരുക്കത്തിൽ കണ്ണുകളിലേക്കുള്ള നോട്ടം ഒരു നിസ്സാര നോട്ടം മാത്രമല്ല, കണ്ണുകളുടെ സൂക്ഷ്മ ചലനങ്ങൾ കൂടുതൽ ആഴത്തിലുള്ള ഒരു കഥ പറയുന്നു. നിങ്ങൾ നോക്കുമ്പോൾ അവരുടെ കൃഷ്ണമണികൾ വികസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആകർഷണത്തോടുള്ള ഒരു ഉപബോധ മനസ്സിൻ്റെ പ്രതികരണമാണ്. നിങ്ങളുടെ കണ്ണുകൾക്കും ചുണ്ടുകൾക്കുമിടയിൽ അവരുടെ കണ്ണുകൾ മിന്നിമറയുന്നുണ്ടോ? അത് പലപ്പോഴും മറഞ്ഞിരിക്കുന്ന പ്രണയപരമോ ശാരീരികമോ ആയ താല്പര്യത്തിൻ്റെ അടയാളമാണ്. പെട്ടെന്ന് പുരികം ഉയർത്തുന്നതോ പെട്ടെന്ന് കണ്ണിറുക്കുന്ന വേഗതയിൽ മാറ്റം വരുത്തുന്നതോ പോലും ആവേശമോ അസ്വസ്ഥതയോ വെളിപ്പെടുത്തും. അപ്പോൾ ഈ പാറ്റേണുകൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നീണ്ടു നിൽക്കുന്ന നോട്ടം, ലജ്ജാകരമായ നോട്ടങ്ങൾ, കൃഷ്ണമണികൾ വികസിക്കുന്നത്, ഇവയെല്ലാം ശ്രദ്ധിക്കുക. അത് അപൂർവമായി യാദൃച്ഛികമാണെന്നും ഓർമ്മിക്കുക. വാത്സ്യായനൻ പറയുമായിരുന്നു, കണ്ണുകൾ ആത്മാവിൻ്റെ രഹസ്യങ്ങളെ ഒറ്റിക്കൊടുക്കുന്നു. പുരാതന വിജ്ഞാനം ഇതിനോടകം അറിഞ്ഞിരുന്ന കാര്യങ്ങൾ അളക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് മനഃശാസ്ത്രം നമുക്ക് നൽകുന്നത്. രഹസ്യമായ ആഗ്രഹത്തിൻ്റെ മറ്റൊരു ശക്തമായ സൂചന സ്പർശനമാണ്, പ്രത്യേകിച്ച് ആകസ്മികമായ സ്പർശനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവ. ധാരാളം സ്ഥലമുള്ളപ്പോഴും അവർ തിരക്കിലെന്ന പോലെ നിങ്ങളെ തട്ടുകയും മുട്ടുകയും ചെയ്യുക. കയ്യിൽ ആവശ്യമില്ലെങ്കിലും ഒരു സ്പർശനം, തമാശയിലെന്ന പോലെ ഒരു തള്ളൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിടിക്കുന്നത് ആവശ്യത്തിലധികം സമയം നീണ്ടു നിൽക്കുക, ഇതൊന്നും പലപ്പോഴും ഒരു ആകസ്മികതയല്ല. ഇവ പലപ്പോഴും ആഗ്രഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ഉപബോധ മനസ്സിൽ നിന്നും അവർ പോലും അറിയാതെ പ്രകടമാകുന്ന ലക്ഷണങ്ങളാണ്. യാദൃച്ഛികമായി സംഭവിച്ചതാണെന്ന് അവർ നമ്മെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും സ്പർശനത്തിന് ആഴത്തിലുള്ള അർത്ഥമുണ്ടെന്ന് വാത്സ്യായനൻ വളരെ കാലം മുമ്പ് തന്നെ നിരീക്ഷിച്ചു. മനസ്സ് മറക്കാൻ ശ്രമിക്കുന്നത് ശരീരം പലപ്പോഴും പ്രകടിപ്പിക്കുന്നു. സ്പർശനം ആഗ്രഹത്തിൻ്റെ ഏറ്റവും നേരിട്ടുള്ള ചാനലുകളിൽ ഒന്നാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ആധുനിക മനഃശാസ്ത്രം ഈ നിരീക്ഷണത്തെ പിന്തുണയ്ക്കുന്നു. കയ്യിലെ ഒരു നേരിയ സ്പർശനം പോലും അടുപ്പത്തിൻ്റെയും ഊഷ്മളതയുടെയും വികാരങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. സ്പർശനം ഓക്സിറ്റോസിൻ പുറത്തുവിടുന്നത് സജീവമാക്കുന്നു, സമ്മർദ്ദം കുറയ്ക്കുകയും വിശ്വാസം വളർത്തുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ സ്പർശനം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹ്രസ്വമായി പോലും ആളുകൾ ഒരു ഇടപെടലിനെക്കുറിച്ച് ഓർമ്മിക്കാനും പോസിറ്റീവായി തോന്നാനും സാധ്യതയുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അത് രസകരമാകുന്നത് ഇവിടെയാണ്. സ്പർശനത്തിൻ്റെ രീതി പ്രധാനമാണ്. നിങ്ങളുടെ കൈകളിലോ വിരലുകളിലോ പിടിക്കുന്നത് അല്പനേരം നീണ്ടു നിൽക്കുന്നതും നിങ്ങളുടെ പുറകിൽ ഒരു സൗഹൃദപരമായ തോണ്ടലും വളരെ വ്യത്യസ്തമാണ്. നിങ്ങളെ സ്പർശിക്കാൻ ആവർത്തിച്ചുള്ള കാരണങ്ങൾ കണ്ടെത്തുക, നിങ്ങളുടെ ഷർട്ടിൻ്റെ കോളർ ക്രമീകരിക്കുക,
അല്ലെങ്കിൽ ഒരു പൊടിപടലം നീക്കം ചെയ്യുക എന്നിവ പോലുള്ളവ പലപ്പോഴും വാക്കുകളില്ലാതെ ആകർഷണം പ്രകടിപ്പിക്കാനുള്ള ഉപബോധ മനസ്സിൻ്റെ വഴികളാണ്. അതിനാൽ ഈ പാറ്റേണുകൾ, ഒരു മൃദുവായ തോണ്ടൽ, തമാശയായി ഒരു തള്ളൽ, അല്ലെങ്കിൽ സമ്പർക്കം സ്ഥാപിക്കാൻ ആവർത്തിച്ചുള്ള ചെറിയ കാരണങ്ങൾ കണ്ടെത്തൽ, ഇവയൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവയെ ആകസ്മികമായി തള്ളിക്കളയരുത്. സ്പർശനം ഒരിക്കലും അർത്ഥശൂന്യമല്ലെന്ന് വാത്സ്യായനൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനഃശാസ്ത്രം അത് സ്ഥിരീകരിക്കുന്നു. ആഗ്രഹമുണ്ടാകുമ്പോൾ ഏറ്റവും നേരിയ സ്പർശനം പോലും പറയാത്ത വികാരത്താൽ നിറഞ്ഞിരിക്കും. ഇനി മിക്ക ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം: ശരീരക്രമീകരണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ നിങ്ങളുടെ ചുറ്റുപാടിലായിരിക്കുമ്പോൾ അവർ ഇരിക്കുന്ന രീതി, നിൽക്കുന്ന രീതി, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചലനങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. അവരുടെ ശരീരം സ്വാഭാവികമായി നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ പോലും അവരുടെ കാലുകൾ നിങ്ങളുടെ ദിശയിലേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിൽ, അത് യാദൃച്ഛികമല്ല, അത് ആകർഷണത്തിൻ്റെ ഒരു ഉപബോധ മനസ്സിൻ്റെ സൂചനയാണ്. ശരീരം പലപ്പോഴും ഹൃദയം ആഗ്രഹിക്കുന്നതിലേക്ക് തിരിയുന്നു എന്ന് വാത്സ്യായനൻ നിരീക്ഷിച്ചു. വാക്കുകളിലൂടെ മാത്രമല്ല, അവരുടെ മുഴുവൻ അസ്തിത്വവും പ്രിയപ്പെട്ടവൻ്റെ നേരെ എങ്ങനെ തിരിയുന്നു എന്നതിലൂടെയാണ് ഇഷ്ടപ്പെടുന്ന ഒരാളോട് താല്പര്യം പ്രകടിപ്പിക്കുന്നതെന്ന് അദ്ദേഹം തൻ്റെ രചനകളിൽ വിവരിച്ചു. ആധുനിക മനഃശാസ്ത്രം ഇത് വിശദീകരിക്കുന്നത് ഓപ്പൺ ബോഡി ലാംഗ്വേജ് എന്ന ആശയത്തിലൂടെയാണ്. നമുക്ക് ഒരാളോട് സുഖവും ആകർഷണവും അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ശരീരം വിശ്രമിക്കുകയും അവരിലേക്ക് തിരിയുകയും ചെയ്യുന്നു. നേരെ മറിച്ച് നമുക്ക് താല്പര്യമില്ലായ്മയോ പ്രതിരോധമോ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ശരീരം മറ്റൊരു ദിശയിലേക്ക് തിരിക്കുന്നു. കൈകൾ കൂട്ടിക്കെട്ടി, തോളുകൾ തിരിച്ചു, കാലുകൾ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചിരിക്കുന്നു. കൗതുകകരമായ ഒരു വിശദാംശമാണ് കാലുകളുടെ പങ്ക്. ശരീരഭാഷയുടെ ഏറ്റവും സത്യസന്ധമായ ഭാഗം കാലുകളാണെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. കാരണം അവ ബോധപൂർവം നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസമുള്ളവയാണ്. നിങ്ങളുടെ സംഭാഷണത്തിനിടയിൽ പ്രണയിയുടെ കാലുകൾ നിങ്ങളുടെ നേരെ തിരിഞ്ഞാൽ അത് പലപ്പോഴും അവരുടെ പുഞ്ചിരിയേക്കാൾ യഥാർത്ഥ താല്പര്യത്തിൻ്റെ അടയാളമാണ്. മറ്റൊരു അടയാളം മിററിംഗ് ആണ്. ആരെങ്കിലും നിങ്ങളുടെ ആംഗ്യങ്ങൾ പകർത്താൻ തുടങ്ങുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ വെള്ളം കുടിക്കുമ്പോൾ അവരും വെള്ളം കുടിക്കുക. നിങ്ങൾ മുന്നോട്ട് കുനിയുമ്പോൾ അവരും മുന്നോട്ട് ചായുക. ഇത് മനഃപൂർവ്വമല്ല, ഇത് ബന്ധം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു ഉപബോധ മനസ്സിൻ്റെ മാർഗമാണ്. സ്കൂൾ കുട്ടികളൊക്കെ കാണിക്കാറുള്ള മനഃപൂർവ്വമുള്ള ഒരു മിററിംഗ് അല്ലെങ്കിൽ അനുകരണമുണ്ട്. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. മനഃപൂർവ്വമല്ലാത്ത അനുകരണം വിശ്വാസത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും വികാരങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാത്സ്യായനൻ കാമസൂത്ര എഴുതിയപ്പോൾ ഇത് സൂചിപ്പിച്ചു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ളപ്പോൾ അവരുമായി ഇടപഴകുമ്പോൾ അവർ പറയുന്നത് മാത്രം കേൾക്കരുത്. അവരുടെ ശരീരം നിങ്ങളുടെ ചുറ്റും എങ്ങനെ നിലകൊള്ളുന്നുവെന്ന് ശ്രദ്ധിക്കുക. ഒരുപക്ഷെ അവരുടെ ചലനങ്ങൾ നിങ്ങളോടുള്ള ആകർഷണത്തിൻ്റെ നിശബ്ദമായ ഏറ്റുപറച്ചിലുകളാകാം. അടുത്തതായി, നിങ്ങളുടെ പ്രണയിനി രഹസ്യമായി നിങ്ങളെ ആഗ്രഹിക്കുന്നതിൻ്റെ മറ്റൊരു ശക്തമായ അടയാളം അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്ന രീതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ പറഞ്ഞിരുന്ന ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ പോലും ഓർമ്മിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളെ കേൾക്കുക മാത്രമല്ല, അവർ ശരിക്കും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ്. അത് അവർ നമ്മെ ശ്രദ്ധ ചെലുത്തുന്നതിൻ്റെ സൂചനയാണ്. വാത്സ്യായനൻ്റെ അഭിപ്രായത്തിൽ ഈ ശ്രദ്ധ ആഗ്രഹത്തിൻ്റെ പ്രാരംഭഘട്ടമാണ്. അവിടെ മനസ്സ് താല്പര്യമുള്ള വ്യക്തിയിൽ മുഴുകുന്നു. അത് സാധാരണ പെരുമാറ്റമല്ല, ഇത് യഥാർത്ഥ താല്പര്യത്തിൻ്റെ അടയാളമാണ്. ഒരു വ്യക്തിയുടെ ചിന്തകൾ വീണ്ടും വീണ്ടും മറ്റൊരാളിലേക്ക് മടങ്ങുമ്പോൾ, വേർപിരിയുമ്പോൾ പോലും അവരുടെ ഓർമ്മ മൂർച്ചയുള്ളതാകുന്നു എന്ന് അദ്ദേഹം എഴുതി. അതുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ചുള്ള ആ ചെറിയ വിശദാംശങ്ങൾ ഓർമ്മിക്കുന്നത്. കാരണം അവരുടെ മനസ്സിൽ നിങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടവരാണ്. ആധുനിക മനഃശാസ്ത്രവും ഇതിനെ പിന്തുണക്കുന്നു. നമ്മൾ ഒരാളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ഡോപ്പമൈൻ എന്ന ഹോർമോൺ പുറത്തുവിടുന്നു. ഇത് ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്ന സുഖകരമായ രാസവസ്തുവാണ്. ഈ ഉയർന്ന ശ്രദ്ധ നമ്മെ ആകർഷിക്കപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഏറ്റവും ചെറിയ വിശദാംശങ്ങൾ പോലും ഓർമ്മിക്കാൻ നമ്മെ കൂടുതൽ സാധ്യതയുള്ളതാക്കുന്നു. സൂക്ഷ്മമായതും എന്നാൽ വ്യക്തവുമായ ഒരു കാര്യം ഇതാ: അവർ വസ്തുതകൾ ഓർമ്മിക്കുക മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു.
ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണത്തെ ഓർത്തെടുത്ത് അവർ പറയും, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഉണ്ടായ അനുഭവത്തെ ഓർത്തെടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ അവരോട് പറഞ്ഞിരുന്ന നിങ്ങളുടെ ബന്ധുവിനെക്കുറിച്ച് ഓർമ്മിക്കും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അവർ നിങ്ങളെ കേൾക്കുക മാത്രമല്ല, അവരുടെ മാനസികവും വൈകാരികവുമായ ലോകത്തിലേക്ക് നിങ്ങളെ വലിച്ചേക്കുകയും ചെയ്യുന്നുവെന്ന് കാണിക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ പ്രണയിനി ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം വെറുതെ പറഞ്ഞു പോകുമ്പോൾ അത് അവഗണിക്കരുത്. അത് നല്ല ഓർമ്മ മാത്രമല്ല, അവരുടെ ചിന്തകളിൽ നിങ്ങൾ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. നിങ്ങൾ കേൾക്കാനും അനുഭവിക്കാനും കഴിയുന്ന ഒന്നാണ് മറ്റൊരു സൂചന. അത് ശബ്ദത്തിലും ഊർജത്തിലും വരുന്ന മാറ്റങ്ങളാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ നിങ്ങളുടെ ചുറ്റുപാടിൽ സംസാരിക്കുന്ന രീതി ശ്രദ്ധിക്കുക. അവരുടെ ശബ്ദത്തിൻ്റെ സ്വരം മൃദുവാകുന്നുണ്ടോ, അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ താളത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കുക. ഒരുപക്ഷെ അവർ പെട്ടെന്ന് കൂടുതൽ തമാശയായോ ഉന്മേഷദായകമായോ ആവേശഭരിതമായോ സംസാരിക്കുന്നതായി തോന്നാം. ചിലപ്പോൾ അവർ വാക്കുകളിൽ ഇടറുകയോ പരിഭ്രാന്തിയോടെ ചിരിക്കുകയോ ചെയ്തേക്കാം. ഈ മാറ്റങ്ങൾ അപൂർവമായി വ്യത്യസ്തമായിരിക്കാം, എങ്കിലും ഇവ പലപ്പോഴും ആകർഷണത്താൽ ഉണർത്തപ്പെടുന്നു. വൈകാരികമായി നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ നാഡീവ്യൂഹം പ്രതികരിക്കുന്നുവെന്ന് ആധുനിക മനഃശാസ്ത്രം വിശദീകരിക്കുന്നു. ശരീരം അഡ്രിനാലിൻ എന്ന ഹോർമോൺ പുറത്തുവിടുന്നു. ഇത് നമ്മുടെ ഹൃദയമിടിപ്പ് വേഗത്തിലാക്കുകയും നമ്മുടെ ശബ്ദത്തിൻ്റെ പിച്ച് ചെറുതായി ഉയർത്തുകയും ചെയ്യും. അതേസമയം ഡോപ്പാമൈൻ നമ്മുടെ ആവേശം വർദ്ധിപ്പിക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി കൂടുതൽ ഉന്മേഷദായകമായി കാണുകയും ചെയ്യുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാത്സ്യായനൻ ഇതേ കാര്യം ശ്രദ്ധിച്ചു. പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം കാമുകന്റെ പെരുമാറ്റത്തിൽ പരിവർത്തനം ചെയ്യുന്നുവെന്ന് അദ്ദേഹം എഴുതി. ശബ്ദം കൂടുതൽ മധുരമായി തീരുന്നു, ചലനങ്ങൾ കൂടുതൽ അസ്വസ്ഥമാകുന്നു, ഇടയ്ക്കിടെ ചിരി കൂടുതൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഈ ബാഹ്യമാറ്റങ്ങൾ ഹൃദയത്തിൻ്റെ ആവേശം ശരീരത്തിലേക്ക് ഒഴുകുന്നതായിരുന്നു. ഒരു കൗതുകകരമായ വിശദാംശം എന്തെന്നാൽ, ആളുകൾ പലപ്പോഴും അറിയാതെ തന്നെ അവർ ആകർഷിക്കപ്പെടുന്ന വ്യക്തിയുടെ ഊർജവുമായി പൊരുത്തപ്പെടുന്നു എന്നതാണ്. നിങ്ങൾ ശാന്തനാണെങ്കിൽ അവർ ശാന്തരാകും. നിങ്ങൾ ഊർജ്ജസ്വലനാണെങ്കിൽ അവർ കൂടുതൽ സജീവമാകും. നിങ്ങളുടെ ആവൃത്തിയിലേക്ക് ട്യൂൺ ചെയ്യുന്നത് പോലെ ഐക്യവും അടുപ്പവും ശ്രദ്ധിക്കുന്നതിനുള്ള ശരീരത്തിൻ്റെ മാർഗമാണിത്. അതിനാൽ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ പ്രണയിനി നിങ്ങളുമായി വ്യത്യസ്തമായി തോന്നുന്നത് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ, കൂടുതൽ ആർദ്രത, കൂടുതൽ ഉത്സാഹം അല്ലെങ്കിൽ പരിഭ്രാന്തി, ഇവയൊക്കെ അതിൻ്റെ ശക്തമായ ഒരു അടയാളമായി എടുക്കുക. വാത്സ്യായനനും മനഃശാസ്ത്രവും സമ്മതിക്കുന്നത് പോലെ ആഗ്രഹം എല്ലായ്പ്പോഴും വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. ചിലപ്പോൾ അത് ശബ്ദത്തിൻ്റെ സ്വരത്തിൽ തന്നെ സ്പന്ദിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വാത്സ്യായനൻ നിരീക്ഷിച്ചത് ഇന്ന് ശാസ്ത്രീയമായി സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു. മനഃശാസ്ത്രത്തിലെ ഗവേഷണങ്ങൾ കാണിക്കുന്നത് മനുഷ്യ ആശയവിനിമയത്തിൻ്റെ 70 മുതൽ 80% വരെ വാക്കേതരമാണെന്നാണ്. അതായത് നിങ്ങളുടെ പ്രണയിനി ഒരിക്കലും അവരുടെ വികാരങ്ങളെക്കുറിച്ച് ഒരു വാക്കുപോലും നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും അവരുടെ ശരീരഭാഷയും സൂക്ഷ്മമായ പെരുമാറ്റങ്ങളും സത്യം വെളിപ്പെടുത്തും. സത്യത്തിൽ ഇത് മനസ്സ് വായിക്കലല്ല, ഇതൊരു നിരീക്ഷണമാണ്. ഈ സൂചനകളിൽ ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ അല്ലെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിലൂടെ അവർ ഇതിനകം പ്രകടിപ്പിച്ച സിഗ്നലുകളെ നിങ്ങൾ ഡീകോഡ് ചെയ്യുകയാണ്. അവരറിയാതെ തന്നെ പ്രകടിപ്പിച്ച സിഗ്നലുകളെ പലപ്പോഴും നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നു. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ആ നീണ്ടു നിൽക്കുന്ന നോട്ടങ്ങൾ, ആകസ്മികമായ സ്പർശനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നയാൾ നിങ്ങൾക്ക് നൽകുന്ന അമിത പ്രാധാന്യം എന്നിവ ശ്രദ്ധിക്കുമ്പോൾ ഓർക്കുക, അത് യാദൃച്ഛികമായിരിക്കില്ല. അത് അവരുടെ മറഞ്ഞിരിക്കുന്ന ആഗ്രഹമായിരിക്കാം. ഒരുപക്ഷെ അത് അവരുടെ പ്രവൃത്തികളിലൂടെ നിശബ്ദമായി വഴുതി വീഴുന്നു. വാത്സ്യായനൻ്റെ പുരാതന ജ്ഞാനം സ്നേഹവും ആകർഷണവും കാലാതീതമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം ആധുനിക മനഃശാസ്ത്രം ഈ സൂക്ഷ്മ അടയാളങ്ങൾ ശാസ്ത്രീയമായി യഥാർത്ഥമാണെന്ന് നമുക്ക് ഉറപ്പു നൽകുന്നു. സത്യം അവരുടെ വാക്കുകളിലല്ല, മറിച്ച് അവരുടെ കണ്ണുകളിലും സ്പർശനത്തിലും പെരുമാറ്റത്തിലുമാണ് മറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.